സുജയ പാർവതി, ഈ കേസിലെ നിർണായകമായൊരു ഘട്ടത്തിലാണ് റിപ്പോർട്ടർ ടിവിയുടെ ഇടപെടൽ വരുന്നത്. ഈ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടുവെങ്കിലും ആ ക്രൈംബ്രാഞ്ചിന് മേൽ സമ്മർദ്ദമുണ്ട് എന്ന വിവരമടക്കം റിപ്പോർട്ടർ ടിവിയാണ് പുറത്തെത്തിക്കുന്നത്. എസ് പിയുടെ, DYSPയുടെ, CIയുടെ 3 ഉന്നത ഉദ്യോഗസ്ഥരുടെയും പങ്ക് റിപ്പോർട്ടർ വെളിപ്പെടുത്തുന്നതോടുകൂടി CBIയിലേക്ക് വിടാതിരിക്കാൻ സർക്കാരിന് കഴിയില്ലായിരുന്നു. ഓഗസ്റ്റ് 10-ാം തീയതി CBIക്ക് വിട്ടുകൊണ്ടുള്ള തീരുമാനമാവുന്നു. ഇപ്പോൾ ഇതാ 4 പേർ അറസ്റ്റിലാവുന്നു. ഈ സംഭവം ഉണ്ടായതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ, അതായത് 31-ന് കസ്റ്റഡിയിലെടുത്ത താമർ ജിഫ്രി 1-ാം തീയതി പുലർച്ചെയാണ് മരിക്കുന്നത്. അപ്പോൾ ഈ അജ്നോറ ആശുപത്രിയിൽ നിന്നുള്ള ഒരു ദൃശ്യം, അതായത് ഒരു കസ്റ്റഡിയിലെടുത്ത ഒരാൾ മരിച്ചു എന്നൊരു വാർത്തയായിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അതിന് പിന്നാലെയുള്ള മുബഷിർ പി അക്ബറിൻ്റെ ഒരു യാത്ര, അത് അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നു, അഷ്കർ ഏറ്റെടുക്കുന്നു. അങ്ങനെ ഓരോ തലത്തിലും പുതിയ പുതിയ സംഭവ വികാസങ്ങൾ വരുന്നതാണ് നമ്മൾ ഈ വാർത്തയിൽ കഴിഞ്ഞ 9 മാസക്കാലവും കണ്ടുകൊണ്ടിരുന്നത്. അതിൽ സെപ്റ്റംബർ 15-ന് ശേഷം ഒരു മേജർ ടേൺ ഉണ്ടായത് ഇന്നാണ് എന്നതും എടുത്തു പറയേണ്ടതുണ്ട്. കാരണം CBIക്ക് കൈമാറുന്നു, അതിനുശേഷം CBIയുടെ അന്വേഷണം പോകുമ്പോഴും അറസ്റ്റിലേക്ക് എത്തുന്നത് ഇന്ന് മാത്രമാണ്. അങ്ങനെ ഒരു കാര്യം കൂടി ഇതിനകത്തുണ്ട്. ഇതിലിപ്പോൾ പ്രതികൾക്കെതിരെ അന്വേഷണ സംഘം, ഈ 4 CPOമാർ, അവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട്. അന്യായമായി തടങ്കലിൽ വെക്കുക, ഭയപ്പെടുത്തി കുറ്റം സമ്മതിക്കുന്നതിന് വേണ്ടി തടഞ്ഞു വെക്കുക. അപ്പോൾ ഈ ഭയപ്പെടുത്തി കുറ്റം സമ്മതിക്കുന്നതിന് വേണ്ടി തടഞ്ഞു വെച്ചത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് എന്നതിലേക്കാണ് അന്വേഷണം യഥാർത്ഥത്തിൽ പോകേണ്ടത്. അല്ലാതെ ഈ ഡാൻസ് ഓഫ് സംഘത്തിന് അവരുടെ സ്വന്തം താല്പര്യപ്രകാരം ഭയപ്പെടുത്തി അന്യായമായി ഈ കുറ്റം സമ്മതിക്കുന്നതിന് വേണ്ടി ഇത്രയും ഡിഫറെൻറ്റ് പോയിന്റുകളിലൂടെ കൊണ്ടുപോയി 3 സ്റ്റേഷൻ പരിധിയും കടന്ന് താനൂരിൽ കൊണ്ടുവന്ന് ഈ ദേവദാർ പാലത്തിൽ കൊണ്ടുവന്ന് തൊണ്ടി ശേഖരിക്കൽ, അങ്ങനെയുള്ള ഒരു വിശ്വസിക്കാൻ കഴിയാത്ത ഒരു തിരക്കഥയിലേക്ക് പോയതാണ് ഇതിൽ പറ്റിയ തെറ്റെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അതിലിപ്പോൾ ഞാൻ കരുതുന്നില്ല ഈ ജിനേഷും ആൽബിൻ അഗസ്റ്റിനും അഭിമന്യുവും വിപിനും മാത്രമാണ്, അല്ലെങ്കിൽ ഈ ഡാൻസ് ഓഫ് സംഘത്തിലെ ആളുകൾ 8 പേർ മാത്രമാണ് ഇക്കാര്യങ്ങളെല്ലാം അവരുടെ സ്വന്തം താല്പര്യത്തിൽ ചെയ്തുവെന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ, അതിപ്പോൾ താനൂരിലെ DYSP, ഇപ്പോൾ ഈ നോക്കൂ, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരുപാട് പേരെ ചുമതലകളിൽ നിന്ന് മാറ്റി. പക്ഷേ താനൂരിലെ DYSP VV ബെന്നി അവിടെ ആരും തൊടാതെ അവിടെ അങ്ങ് ഇരിക്കുകയാണ്. എന്തുകൊണ്ടാണ് VV ബെന്നിക്ക് ഒരു മാറ്റം ഉണ്ടാകാത്തത് എന്നതും ഈ കേസിൽ ആരോപണ വിധേയനായി ഈ ഹാരിസ് ജിഫ്രി തന്നെ പലതവണ റിപ്പോർട്ടറിലൂടെ തന്നെ, നമ്മൾ പറയുന്നതല്ല, താമർ ജിഫ്രിയുടെ സഹോദരൻ തന്നെ എനിക്ക് സംശയമുണ്ട്, ഇതിലെ ഇടപെടൽ, ഈ മൊഴി ഷേപ്പ് ചെയ്യാനൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്നത് എന്തിനാണ് കൃഷ്ണലാലിനെ, VV ബെന്നി എന്തിനാണ് അങ്ങനെ ഒരു ഫോൺ കോൾ ചെയ്യുന്നത്, അങ്ങനെ VV ബെന്നി എന്നുള്ള പേര്, എനിക്ക് VV ബെന്നി അറിയില്ല കേട്ടോ, പലതവണ VV ബെന്നിയുടെ പേര് ഇങ്ങനെ കേട്ടിട്ടും ഒരു മാറ്റവും ആ ചുമതലയിൽ നിന്നുണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് കാലത്തും താനൂർ DYSP ആയി VV ബെന്നി തുടരുമ്പോൾ കൃത്യമായ ഒരു സംരക്ഷണം കിട്ടുന്നുണ്ടോ എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. അതിലേക്ക് CBIയുടെ അന്വേഷണം പോകുമെന്ന പ്രതീക്ഷയിലാണ് എന്തായാലും താമർ ജിഫ്രിയുടെ സഹോദരനായ ഹാരിസ് ജിഫ്രി ഇരിക്കുന്നത്. ഇപ്പോൾ ഇന്നത്തെ ഈ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇനിയിപ്പോൾ കസ്റ്റഡിയിൽ അവരെ വാങ്ങി ചോദ്യം ചെയ്ത് കൂടുതൽ വിവരങ്ങളൊക്കെ ശേഖരിക്കണം. CBIയുടെ അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നമ്മുടെ റിപ്പോർട്ടേഴ്സ് കണ്ടെത്തിയ കാര്യങ്ങൾ അതൊക്കെ ശരിവെക്കുന്ന രീതിയിലാണ് ഓരോ കണ്ടെത്തലുകളും വരുന്നത്. മാത്രമല്ല, ഡോക്ടർ ഹിതേഷ് ശങ്കറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന മുറിവുകൾ സംഭവിച്ചത് ഈ അന്യായമായി തടങ്കലിൽ വെക്കുന്ന, ഇപ്പോൾ ഈ ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങളിൽ ഈ ഭയപ്പെടുത്തി കുറ്റം സമ്മതിക്കുന്നതിന് വേണ്ടി തടഞ്ഞു വെച്ചുകൊണ്ടുള്ള മർദ്ദനം, ആ മർദ്ദനം നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വളരെ ക്ലീനായി ഫ്രണ്ടിലുണ്ട്. അപ്പോൾ ഇത്രയും ഉപദ്രവിക്കുന്നതിന് 12 പേരെ കസ്റ്റഡിയിൽ എടുക്കുന്നു, 7 പേരെ അന്ന് വൈകിട്ട് തന്നെ വിട്ടയക്കുന്നു. ബാക്കിയുള്ള 5 പേരിൽ താമർ ജിഫ്രിയെ മാത്രം ഇത്രയധികം മർദ്ദിച്ച് തല്ലിക്കൊന്നത് എന്തിനാണ്? ഇങ്ങനെയുള്ള ഇടിമുറി കേരളത്തിൽ ഇനി വേണോ എന്നുള്ള ഒരു വലിയ ലാർജർ പെർസ്പെക്റ്റീവിലെ ഒരു ഉത്തരമാണ് കിട്ടേണ്ടത്. അപ്പോൾ ഈ മയക്കുമരുന്ന് കയ്യിൽ വെച്ചു, MDMA കയ്യിൽ വെച്ചുകൊണ്ട് പിടിച്ച ഒരു പ്രതിയാണെങ്കിൽ പോലും അയാൾക്ക് നിയമം അനുശാസിക്കുന്ന ശിക്ഷയിലേക്കാണ് എത്തിക്കേണ്ടത്. അല്ലാതെ ഒരു ഇടിമുറിയിൽ കൊണ്ടിട്ട് ഇടിച്ച് പരിപ്പെടുത്ത് അല്ലെങ്കിൽ കൊല്ലുന്ന രീതിയിലേക്ക് പോയത് ശരിയാണ് എന്ന് മലയാളിക്കൊരിക്കലും സമ്മതിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അതിലൂടെയാണ് നമ്മുടെ യാത്ര പോയത്. ആ വാർത്താ യാത്ര ഇപ്പോൾ CBIയുടെ അന്വേഷണത്തിലൂടെ അതിലെ പല കാര്യങ്ങളും, നമ്മുടെ റിപ്പോർട്ടേഴ്സ് കണ്ടെത്തിയ പല കാര്യങ്ങളും ഇപ്പോൾ CBIയുടെ അന്വേഷണത്തിലൂടെ അത് തെളിയിക്കപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതിൽ ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ഭാഗമെന്ന നിലയിൽ എനിക്ക് സന്തോഷമുണ്ട്. സത്യം തെളിയുന്നു. അതെ. Meet the editors.